ഹൈ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ക്രീമല്ലാത്ത ഏതൊരു ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു പുഡിങ്ങിന് യൂസ് ആകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മധുരത്തിനനുസരിച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ തിളപ്പിക്കാത്ത വിൽമ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാനിത് പഞ്ചസാര എടുത്ത് ഒരല്പം കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഈ 2 പാക്കറ്റ് ബിസ്ക്കറ്റിന് കറക്റ്റ് പാകമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ആ പഞ്ചസാര ഒന്ന് കാരമലായി വരുന്ന ആ ഒരു മഞ്ഞ കളർ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു മഞ്ഞ കളർ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അത്ര നേരം മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കുക കേട്ടോ. കളർ മാറി വരുന്ന സമയത്ത് പെട്ടെന്ന് കളർ ചേഞ്ചായി കിട്ടിക്കോളും. ഇപ്പോൾ തന്നെ കളറിന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കളർ ചേഞ്ചായി കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഏതൊരു പാത്രത്തിലാണ് പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുഡിങ് ട്രേയിൽ നിങ്ങൾ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാനത് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറും ആ പുഡിങ് ട്രേയിലേക്ക് അങ്ങനെ കാരമൽ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ഗാർണിഷിങ്ങിനായിട്ട് കപ്പലണ്ടി ഒന്ന് വറുത്തത് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള എന്താ പറയുക കാഷ്നട്ടോ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഈ സമയത്ത് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ ആണ് നമ്മളിത് പുഡിങ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ 2 പാക്കറ്റിന് 1 കപ്പ് പാല് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലൊരു എയർ ബബിൾസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ 1 സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൽ ഇങ്ങനെ ബബിൾസ് മാതിരി നിൽക്കില്ല, ഒരു ഇങ്ങനെ ഹോള് മാതിരി ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനാണ് പുഡിങ്ങിന് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ആവി വരുമ്പോഴാണ് നമ്മൾ ഈ പുഡിങ് ട്രേ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്നില്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം ഇതേപോലെ വെച്ച് മൂടി കൊടുത്താലും മതിയാകും. അതിനുശേഷം എനിക്കൊരു 20 മിനിറ്റാണ് ഇതൊന്ന് പുഡിങ് നമുക്ക് റെഡിയാകാൻ ആവശ്യമായ ടൈം വന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് കുത്തി നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതേ വെന്തിട്ടുണ്ട്, നന്നായി ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ തണുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ പുറത്ത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളൊരു 3-4 മണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാരമലൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ചാടി കിട്ടും. അപ്പോൾ എനിക്ക് കാരമലൊന്നും വല്ലാതെ മെൽറ്റായി ചാടി കിട്ടിയിട്ടില്ല, ഞാൻ സമയം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയിരുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കവുത്തി കൊടുക്കാം. കണ്ടോ, ഒരുപാട് കാരമലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ പാത്രത്തിലുണ്ടായിരുന്ന കാരമൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തോണ്ടിയിട്ട് കൊടുത്തിട്ട് അല്പം കപ്പലണ്ടി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ അടിപൊളി പുഡിങ് ബിസ്ക്കറ്റും മുട്ടയും പാലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിഡ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.